എസ് വിജയകുമാർ കൂടി ചേരുകയാണ്. വിജയകുമാർ, കുട്ടികളുണ്ട്, പ്രായമായവരുണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. സന്നിധാനത്ത് അവർ 3 മണിക്ക് ദർശനത്തിനായി കാത്തു നിൽക്കുകയാണ്. ഇവർ വന്ന് പോയതിനു ശേഷമാണ് ഇനി പമ്പയിലും നിലയ്ക്കലും എല്ലാമുള്ള ആളുകൾക്ക് ഇങ്ങോട്ട് വരാൻ പറ്റുകയുള്ളൂ. 15 മണിക്കൂറോളമൊക്കെ കാത്തു നിൽക്കുക എന്ന് പറയുന്നത് വല്ലാത്ത ദുരിതമാണ് ഭക്തരെ സംബന്ധിച്ചിടത്തോളം. എവിടെയാണ് പാളിയത്? ദിൽന, നോക്കൂ, ഇന്ന് 2 മണി വരെ ശബരിമല നട തുറന്നിട്ടുണ്ട്. പുലർച്ചെ 3 മണിക്ക് തുറന്ന നട അടച്ചത് 2 മണിക്കാണ്. അസാധാരണ സാഹചര്യങ്ങളിൽ മാത്രമേ ശബരിമലയിൽ അങ്ങനെ നട തുറക്കുന്നതിലും അടയ്ക്കുന്നതിലും ഒക്കെ പെട്ടെന്ന് തീരുമാനമെടുക്കും. അതിനൊക്കെ ചിട്ടവട്ടങ്ങളും ആചാരപരമായ ചില രീതികളും ഒക്കെ ഉണ്ട്. അതൊക്കെ പൂർണ്ണമായും നോക്കാതെ 2 മണി വരെ ഇന്ന് നട തുറന്നു. പക്ഷേ ഇനി 3 മണിക്ക് വീണ്ടും നട തുറക്കും. 1 മണിക്കൂർ മാത്രമാണ് നട അടച്ചിടുന്നത്. ആ സമയത്തും ഇത്രയും വലിയ തിരക്കാണ്. ഈ തിരക്ക് എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ ഇനിയിപ്പോൾ എരുമേലി മുതൽ നിയന്ത്രിക്കേണ്ടി വരും. എരുമേലിയിലാണ് ഈ തീർത്ഥാടകർ ആദ്യം എത്തുന്നത്. അവിടെ നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടി വരും. അവിടെ നിന്ന് നിലയ്ക്കലിലേക്കുള്ള വാഹനങ്ങളെ എരുമേലിയിൽ തന്നെ നിയന്ത്രിക്കണം. പക്ഷേ പ്രശ്നം എരുമേലിയിൽ സൗകര്യങ്ങളുണ്ടോ എന്നുള്ളതാണ്. എരുമേലി പ്രധാനപ്പെട്ട ഒരു ഇടത്താവളമാണ്. ആ പ്രധാനപ്പെട്ട ഇടത്താവളമായ എരുമേലിയിൽ ഇത്തവണ മുന്നൊരുക്കങ്ങൾ കാര്യമായി ഒന്നും നടന്നിട്ടില്ല എന്ന് വേണം പറയാൻ. എരുമേലിയിലെ പാർക്കിംഗ് സൗകര്യങ്ങൾ, അവിടെ വിശ്രമിക്കാൻ, വിരിവെക്കാൻ അയ്യപ്പ ഭക്തർക്ക് സ്ഥലമുണ്ടോ, ഇതൊക്കെ എരുമേലിയിലെ പ്രശ്നമാണ്. എരുമേലി കഴിഞ്ഞാൽ വീണ്ടും വാഹനങ്ങളും തീർത്ഥാടകരെത്തുന്നത് നിലയ്ക്കലാണ്. നിലയ്ക്കൽ പ്രധാനപ്പെട്ട എന്ന് വെച്ചാൽ വാഹനങ്ങളൊക്കെ നിലയ്ക്കലിൽ നിർത്തി തീർത്ഥാടകരെ പിന്നെ അവിടെ നിന്ന് പമ്പയിലേക്ക് പിന്നെ KSRTCയിലാണ് പോകേണ്ടത്. അപ്പോൾ നിലയ്ക്കലിൽ ഇപ്പോൾ ഇന്നത്തെ നിലയിൽ ഇനി എത്ര വാഹനങ്ങൾക്ക് കൂടി അവിടെ പാർക്കിംഗ് സൗകര്യം ഉണ്ടാകും എന്ന് നമുക്കറിയില്ല. നിലയ്ക്കലിൽ പ്രശ്നമുണ്ട്. അവിടെയും ഈ പറയുന്ന ഈ മുഴുവൻ തീർത്ഥാടകരെയും ഉൾക്കൊള്ളാൻ പറ്റുന്ന തരത്തിലേക്ക് നിലയ്ക്കലിലും കാര്യമായി സൗകര്യങ്ങളൊന്നുമില്ല. നിലയ്ക്കൽ ഒരു ഇടത്താവളമാണ്, കുറേ തുറസായ സ്ഥലങ്ങളുണ്ട്. എന്നതിനപ്പുറത്തേക്ക് നിലയ്ക്കലിലും വേണ്ട ക്രമീകരണങ്ങളൊക്കെ ഉണ്ടോ എന്ന് നമുക്കറിയില്ല. ഈ ദൃശ്യങ്ങളിൽ കാണാൻ കുഞ്ഞുങ്ങളടക്കം അവിടെ ഈ തിരക്കിൽ ശ്വാസം മുട്ടുന്നത്. ഇപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തന്നെ K ജയകുമാർ തന്നെ പറഞ്ഞത് ഭയാനകമായ തിരക്ക് എന്നാണ്. അദ്ദേഹം സന്നിധാനത്ത് നിന്ന് നോക്കുമ്പോൾ ആ ക്യൂ കോംപ്ലക്സ് ഒക്കെ നിറഞ്ഞു കവിഞ്ഞ് ആളുകൾ ഇങ്ങനെ തിങ്ങി ഞെരുങ്ങി നിൽക്കുന്നതാണ്. അദ്ദേഹത്തെ പോലെ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥന് അത് ഭയാനകമായ കാഴ്ചയായി തോന്നുന്നുവെങ്കിൽ നമ്മൾ സാധാരണ മനുഷ്യരുടെ അവസ്ഥ പറയേണ്ടതില്ല. അപ്പോൾ അതിൽ നിന്ന് മനുഷ്യർ, ഈ തീർത്ഥാടകർ നരയിക്കുകയാണ്. അവർക്ക് ഈ വാർത്തകളൊക്കെ വന്നതിന് ശേഷമാണ് അവിടെ കുടിവെള്ളം വിതരണം ചെയ്യാനായി 200 പേരെ അധികമായി അവിടെ വെച്ചിരിക്കുന്നത്. അവർക്ക് ഈ കുടിവെള്ളം എത്തിക്കുക, അത്യാവശ്യം ഭക്ഷണം, ബിസ്ക്കറ്റോ അങ്ങനെ എന്തെങ്കിലും ക്യൂവിൽ നിന്നുകൊണ്ട് കഴിക്കാൻ കഴിയുന്ന ഭക്ഷണം അവിടെ എത്തിക്കുക, അങ്ങനെ ജോലികൾ അവിടെ അനവധിയുണ്ട്. അവിടെ ശുചിമുറികൾ പൂർണ്ണമായും വൃത്തിയാക്കപ്പെട്ടിട്ടില്ല. അതിന് 200 പേരെ തമിഴ്നാട്ടിൽ നിന്ന് എത്തും എന്നാണ് ഇപ്പോൾ K ജയകുമാർ പറയുന്നത്. അപ്പോൾ ഈ പമ്പ സന്നിധാനത്തിന് മുമ്പ് തന്നെ പമ്പയിലും നിലയ്ക്കലും ഒരു പരിധിവരെ എരുമേലിയിലും തീർത്ഥാടകരെ നിയന്ത്രിച്ച് ക്രൗഡ് മാനേജ്മെന്റ് അങ്ങനെയാണ് പരമ്പരാഗതമായി ശബരിമലയിൽ നടത്താറുള്ളത്. നമ്മൾ ഇത്ര വർഷങ്ങളായി അത് കാണുന്നതാണ്. ഈ ക്രൗഡ് മാനേജ്മെന്റ് എന്നത് സന്നിധാനത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിന് നട തുറന്നാൽ ആദ്യത്തെ ദിവസം തന്നെ ഈ ക്രൗഡ് മാനേജ്മെന്റിന് വേണ്ടുന്ന നടപടികൾ തുടങ്ങും. പക്ഷേ ആദ്യത്തെ ദിവസമൊന്നും അത്രയും തിരക്ക് അവിടെ ഉണ്ടാകാറില്ല. ദിവസങ്ങൾ, പ്രത്യേകിച്ച് ഈ വീക്കെൻഡുകളിൽ, വെള്ളി, ശനി, ഞായർ, ഈ ദിവസങ്ങളിലൊക്കെയാണ് അവിടെ തിരക്ക് സാധാരണ അനുഭവപ്പെടാറുള്ളത്. പക്ഷേ ഇത് തീർത്ഥാടനം തുടങ്ങിയ ആദ്യ ദിവസങ്ങളിൽ തന്നെ, അതും ഈ വർക്കിംഗ് ഡേയ്സ് എന്ന് നമ്മൾ പറയുന്ന തിങ്കൾ, ചൊവ്വ തുടങ്ങിയ ദിവസങ്ങളിൽ പോലും നിയന്ത്രിക്കാൻ കഴിയാത്ത തരത്തിലേക്ക് അവിടെ തീർത്ഥാടകരെത്തുകയാണ്. അപ്പോൾ ഈ സീസൺ എന്നത് എത്രത്തോളം ഭക്തർ അവിടെ എത്തുന്ന ഒരു സീസണാണ് എന്നത് ഇപ്പോൾ തന്നെ മനസ്സിലാക്കി വേണ്ട ക്രമീകരണം ഏർപ്പെടുത്തുന്നു. ഇപ്പോൾ പുതിയ ബോർഡ് അവിടെ എത്തിയിട്ട് 2-3 ദിവസമാകുന്നുള്ളൂ. നമുക്ക് ആ ബോർഡിന്മേൽ എന്തെങ്കിലും ആരോപണം ഉന്നയിക്കാൻ കഴിയില്ല. പക്ഷേ ബോർഡിന്റെ ഭരണതലത്തിലേക്ക് ആളുകൾ മാറുന്നുവെങ്കിലും ബോർഡ് എന്നതൊരു കൃത്യമായ ഒരു സ്ഥിര സ്വഭാവത്തിലുള്ള സംവിധാനമാണ്. അവിടെ ഉദ്യോഗസ്ഥരുണ്ട്, അവർ പ്രധാനപ്പെട്ട അഡ്മിനിസ്ട്രേറ്റീവ് നിർദ്ദേശങ്ങൾ പാലിക്കാൻ അവിടെ സ്പെഷ്യൽ ഓഫീസർ, കമ്മീഷണർ, അങ്ങനെ പല പല ജോലികളിൽ അവിടെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർമാരൊക്കെ ഉണ്ട്. അവരൊക്കെ എന്ത് ചെയ്യുകയായിരുന്നു ഈ സീസണിന്റെ തുടക്കം മുതൽ, അല്ലെങ്കിൽ ഈ സീസൺ തുടങ്ങാൻ കാത്തിരിക്കുകയായിരുന്നു. സാധാരണ നമുക്കറിയാം മുഖ്യമന്ത്രിയും ദേവസ്വം മന്ത്രിയും ഒക്കെ പങ്കെടുക്കുന്ന എത്രയോ അവലോകന യോഗങ്ങൾ പമ്പയിലും സന്നിധാനത്ത് നടക്കുന്നു. 80 വയസ്സ് കഴിഞ്ഞ VS അച്യുതാനന്ദൻ ശബരിമല കയറി അവിടെ അവലോകന യോഗത്തിൽ പങ്കെടുക്കാൻ പോകുന്ന ദൃശ്യങ്ങൾ ഏതാണ്ട് 10 വർഷം മുമ്പാണെങ്കിലും നമ്മളുടെ കൺമുന്നിലുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ അത്തരം ദൃശ്യങ്ങൾ കാണുന്നതാണ്. അങ്ങനെ ശബരിമലയിലും പമ്പയിലും നിലയ്ക്കലിലും ഒക്കെ അവലോകന യോഗങ്ങൾ നടത്തുകയും അവിടുത്തെ മുന്നൊരുക്കങ്ങൾ വിലയിരുത്തുകയും ചെയ്യുന്നത് ഒരു പതിവ് ശബരിമലയിലുള്ളതാണ്. പതിവ് യോഗങ്ങളാണ്. പക്ഷേ ഇത്തവണ അത്തരം എത്ര യോഗങ്ങൾ നടന്നു എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. അതുപോലെ ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ഭാഗമായി പമ്പയിൽ അവിടെ നടത്തിയ ഒരുക്കങ്ങൾ ആ സമയത്ത് നമ്മൾ ചെന്നപ്പോൾ കണ്ടതാണ്. അവിടെ ആ സമയത്ത് മതിയായ ശുചിമുറികളിൽ. അപ്പോൾ ഏതാണ്ട് കൃത്യം 1 മാസമേ ഉണ്ടായിരുന്നുള്ളൂ ശബരിമല സീസൺ തുടങ്ങാൻ. അന്ന് അവിടെ
എത്തിയ ഉദ്യോഗസ്ഥർ പറഞ്ഞാണ് 20 മാസം കൊണ്ട് ഇതൊക്കെ മാറും, അവിടെ സുഗമമായ തീർത്ഥാടനത്തിന് വേണ്ട എല്ലാ ഒരുക്കങ്ങളും നടത്തും എന്ന് ദേവസ്വം മന്ത്രി അടക്കം അന്ന് വൈകിട്ട് അവിടെ വാർത്താ സമ്മേളനം നടത്തി പമ്പയിൽ പറഞ്ഞതാണ്. പക്ഷേ അവിടെ പമ്പയിൽ മതിയായ സൗകര്യങ്ങളില്ല എന്ന് തന്നെയാണ് ഇന്നത്തെ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന. പമ്പ മലിനമാണ് എന്ന് ഇപ്പോൾ കെ ജയകുമാർ അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറയുന്നു. അവിടെ പോലീസിന് ഇവിടെ നിന്ന് മേളിൽ നിർദ്ദേശം നൽകേണ്ടുന്ന അവസ്ഥ ഉണ്ട്, അവിടെ നിയന്ത്രണങ്ങൾ എങ്ങനെ വേണം എന്നത് സംബന്ധിച്ച്. അപ്പോൾ ഇതിനൊന്നും ഒരു കൃത്യമായ വ്യവസ്ഥ അവിടെ ഇല്ല എന്നതാണ് പമ്പയിലെയും നിലയ്ക്കലിലെയും എന്തിന് സന്നിധാനത്തെയും ഈ കാഴ്ചകൾ വ്യക്തമാക്കുന്നത്. ഇത്രയും ആളുകൾ അവിടെ എത്തുമ്പോൾ വെർച്വൽ ക്യൂ അനുസരിച്ച് 70,000-വും സ്പോട്ട് ബുക്കിംഗ് അനുസരിച്ച് 20,000-വും അങ്ങനെ 90,000 എന്നതാണ് സർക്കാരിന് ഹൈക്കോടതി നൽകിയ നിർദ്ദേശം. അതെങ്ങനെ ലംഘിക്കപ്പെട്ടു എന്നതൊക്കെ പരിശോധിക്കേണ്ടതുണ്ട്. തുടക്കത്തിൽ തന്നെ അമ്പേ പാളി തീർത്ഥാടനത്തിന്റെ ഒരുക്കങ്ങൾ എന്നതാണ് നമുക്ക് ഒറ്റ നോട്ടത്തിൽ പറയാൻ കഴിയും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.